നമസ്കാരം. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റേ കുട്ടിയെ കൊണ്ട് അവിടെ വിളിപ്പിച്ച വിളി നമ്മളെല്ലാവരും ഓർക്കുന്നില്ല. അരിയും മലരും കുന്തിരിക്കവും ഒക്കെ നമ്മൾ മറന്നിട്ടില്ല. അതിനുശേഷം ആ സംഘടന നിരോധിക്കപ്പെട്ടു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ടു. ഈ കൊച്ചുകുട്ടികളെ, അതായത് ഒന്നും അറിയാത്ത പിഞ്ചുകുട്ടികളെ പോലും തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ മതതീവ്രവാദത്തിന്റെ ആ ഒരു മേഖലയിലേക്ക് തള്ളിവിടുന്ന, വളരെ ചെറുപ്പത്തിലെ തന്നെ ഇവരെ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട, അത് തന്നെ മുസ്ലിം വിഭാഗത്തിലെ തീവ്ര വിഭാഗത്തിൽപ്പെട്ടവർ അല്ലാത്തവർക്കെതിരെ തിരിച്ചുവിടുന്ന, മറിച്ചുവിടുന്ന ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലടക്കം നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് വാസ്തവമാണ്. അതായത് കാഫറുകളെ കണ്ടാൽ നിങ്ങൾ അവരുടെ കൂട്ടുകൂടരുത്, കാഫറുകളോട് ഒന്നും വാങ്ങരുത്, അവർ വാങ്ങുന്നതൊന്നും കഴിക്കരുത്, അവർക്കൊന്നും കൊടുക്കരുത്, അവരെ നമ്മുടെ ഭാഗമല്ല എന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അല്ലാത്ത സ്വാഭാവികമായ രീതിയിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും ഉണ്ട് കേട്ടോ, നമ്മളതും പറയുന്നു. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നല്ല, ബംഗാളിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. മമതയുടെ ബംഗാളിൽ മത തീവ്രവാദത്തിന് ഏറ്റവും പറ്റിയ മണ്ണാണ് മമതയുടെ ബംഗാൾ എന്നാണ് തീവ്രവാദികളൊക്കെ കരുതുന്നത് എന്ന് തോന്നുന്നു. എന്തൊക്കെയായാലും അവിടെ കൊച്ചുകുട്ടികളെ ഹിന്ദുക്കളുടെ വീടുകൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാനായിട്ട് പരിശീലിപ്പിക്കുകയാണ്. അതായത് ഹൈന്ദവ ഭവനങ്ങൾ ആക്രമിക്കുന്നു. ഈ വഖഫ് ബോർഡ് വിഷയമാണ്, അല്ലെങ്കിൽ വഖഫ് ഭേദഗതിയാണ് വിഷയം. പക്ഷെ ഏതാണെന്ന് അറിയാൻ വയ്യാതെ കുട്ടികൾ, ഹിന്ദു കൂട്ടുകാരായ കുട്ടികളുടെയും അതുപോലെ തന്നെ ഹൈന്ദവ ഭവനങ്ങൾ ഏതൊക്കെ ലക്ഷണങ്ങളാണ് ഉള്ളത്, അതിന്റെ ഗേറ്റിന്റെ അവിടെ എന്താണ്, അതിന്റെ നിറം എന്താണ്, ഹൈന്ദവ ഭവനങ്ങൾ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്, കല്ലെറിയണം, തല്ലിപ്പൊട്ടിക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ 10-15 വയസ്സായ കുട്ടികളെ പ്രത്യേകമായി ട്രെയിൻ ചെയ്യുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇന്ത്യ ടുഡേ നൽകുന്നത്. ഇത് കൃത്യമായ ദൃശ്യങ്ങൾ സഹിതം, അതിന്റെ വീഡിയോ സഹിതം ചാനൽ വാർത്ത നൽകുന്നുണ്ട്. ഇതാണ് ബംഗാളിൽ നടക്കുന്നത്. ഇവിടെ മമതാ ദീദി ഒന്നും മിണ്ടിയിട്ടില്ല, മമതാ ദീദി ഒന്നും മിണ്ടുകയുമില്ല. കാരണം കുറെ ഇസ്ലാമിസ്റ്റ് മന്ത്രിമാരുണ്ട് മമതാ ദീദിക്ക് തൃണമൂലില്. അവരൊക്കെ തന്നെ ഇവിടെ വഖഫ് നിയമ ഭേദഗതിക്കെതിരായിക്കൊള്ളൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതിഷേധിക്കാനുള്ള അവസരമുണ്ട്, പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്, നിങ്ങൾക്ക് തന്നെ നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ കൊച്ചുകുട്ടികളെ ട്രെയിൻ ചെയ്ത് ഹൈന്ദവ ഭവനങ്ങളെയും ഹൈന്ദവരെയും ആക്രമിക്കാൻ ശീലിപ്പിക്കുന്ന, അതിനുവേണ്ട പരിശീലനം നൽകുന്ന രീതിയിലേക്ക് ബംഗാളിൽ കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിപ്പോൾ കേരളത്തിലല്ലല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ആലോചിക്കുക, ബംഗാളിലായാലും ശരി അല്ലെങ്കിൽ ലോകത്തെവിടെയായാലും ശരി, ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന, ഒരു വിഭാഗത്തിന് മനസമാധാനം കിട്ടുന്ന അതും കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട്. ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, കുട്ടികളെ ഇത്തരത്തിൽ ട്രെയിൻ ചെയ്ത് അവരെ അവരുടെ മനസ്സിൽ വർഗീയ വിഷം ഊതിപ്പെരിപ്പിച്ച്, വർഗീയ വിഷം കത്തിച്ച് അവരെ ആ രീതിയിലേക്ക് മത തീവ്രവാദത്തിലേക്ക്, മതഭ്രാന്തിലേക്ക് അവരെ തള്ളിവിട്ടുന്ന നെറികെട്ട, നാണം കെട്ട, ഭയങ്കരമായ അപകടം പിടിച്ച ഒരു ഏർപ്പാടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും. അത് ഏത് മതം ചെയ്താലും അത് ശരിയല്ല, തെറ്റാണ്, സമ്പൂർണ്ണമായി തെറ്റാണ്. ഹിന്ദു മതം ചെയ്താലും ക്രിസ്ത്യൻ മതം ചെയ്താലും അതുപോലെ തന്നെ മുസ്ലിം മതം ചെയ്താലും മതമൊക്കെ പിന്നീടുണ്ടായതാണ്, മനുഷ്യരാണ് ആദ്യം ഉണ്ടായത് എന്ന ചിന്തയാണ് കുട്ടികളിൽ വളർത്തേണ്ടത്. മതേതരത്വമാണ് കുട്ടികളിൽ വളർത്തേണ്ടത്. മതസൗഹാർദ്ദത്തെക്കുറിച്ചാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലാതെ മത തീവ്രവാദത്തെക്കുറിച്ചല്ല. ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ വിശദമായ റിപ്പോർട്ട് ഇത്തരത്തിൽ കല്ലെറിയുന്നു, ചീത്ത വിളിക്കുന്നു, ഹിന്ദുക്കളെ ചീത്ത വിളിക്കുന്നു, ഹിന്ദുക്കൾക്കെതിരായിട്ട് അതുപോലെ തന്നെ ഹിന്ദു ആരാധന മൂർത്തികൾക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു കുട്ടികൾ, അതുപോലെ തന്നെ കൊലവിളി നടത്തുന്നു, കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു. കുട്ടികളാണ് ചെയ്യുന്നത്, നിയമപരമായി അവരെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അത്തരത്തിൽ ഉള്ള അതിഭീകരമായ അവസ്ഥയിലേക്ക് ബംഗാൾ, മമതാ ദീദിയുടെ ബംഗാൾ പോയിക്കൊണ്ടിരിക്കുന്നു. മമതാ ദീദി കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. കാരണം ഒരു കലാപം ഉണ്ടാകണം. മമതാ ദീദിക്ക് അങ്ങനെയാണ്. നമുക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറെ തൃണമൂൽ ഗുണ്ടകളെ ഇറക്കി വിട്ട ആ ഒരു പ്രശ്നം ഊതിക്കത്തിച്ച് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റാം എന്നുള്ള ഒരു വൃത്തികെട്ട ചിന്തയുമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നത്, പേര് മമതാ ബാനർജി. അപ്പം അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് അത് അവിടുത്തെ പോലീസോ സംവിധാനങ്ങളോ, നേരത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതാണ്, അവിടെ BJP-കാരല്ലേ കൊല്ലപ്പെടുന്നത്, അവിടെ ഹിന്ദുക്കളല്ലേ കൊല്ലപ്പെടുന്നത്, അതിന് നിങ്ങൾക്ക് എന്താണെന്ന് കേരളത്തിലെ മലയാളത്തിലെ അറിയപ്പെടുന്ന ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തക ഒരാൾ ഫോൺ വിളിച്ചപ്പോൾ ചോദിച്ചതാണ്. അവിടെ BJP-കാരെ കൊല്ലാം, ഹിന്ദുക്കളെ കൊല്ലാം, അവിടെ ഹൈന്ദവ ആരാധനാലയങ്ങൾ തകർക്കാം, ബംഗാളിൽ എന്ത് തോന്നിയാസവും കാണിക്കാം, അവിടെ മമതാ ദീദിയുടെ നിയമവും അല്ലെങ്കിൽ അവിടുത്തെ ഇസ്ലാമിസ്റ്റ് നിയമവുമാണ് അവിടെ നടപ്പിലാകുന്നത്. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ താന്തോന്നിത്തരം, ഈ തന്തയില്ലായ്മ ഇവിടെ കാണിക്കുന്നത്. ഇതവിടെ തുടരുക തന്നെ, ശക്തമായി നടപടിയെടുക്കണം. ബംഗാൾ ആഭ്യന്തര വകുപ്പിന് പറ്റുന്നില്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അമിത്ഷാ ഈ വിഷയത്തിൽ ഇടപെട്ട് ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള ആ ഒരു ആർജവം ഉടൻ തന്നെ കാണിക്കണം. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട.
ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.